ഹലോ ഒപ്പം വന്നിരിക്കുന്നത് 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ്. അതിന് പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിറ്റി സുരക്ഷ ചാനൽ. ആദ്യത്തെ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. ആദ്യത്തെ കളക്ഷൻ അപ്ഡേറ്റ് ആസിഫ് അലീൻ്റെ പുതിയ സിനിമയായ രേഖാചിത്രം എന്ന സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ 11 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 21 കോടിയും അതുപോലെ തന്നെ 38 ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത്. 21.38 കോടിയാണ് സിനിമ നിലവിൽ 11 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇനി സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണ്. ഇന്ത്യയുടെ മറ്റ് ഭാഗത്തേക്കായിട്ട് സിനിമ ഓൾമോസ്റ്റ് 4 കോടിയും 69 ലക്ഷവുമാണ് നേടിയെടുത്തിരിക്കുന്നത്. 4.69 കോടി. ഇനി സിനിമേൻ്റെ ഇന്ത്യയിലെ പുറത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓവർസീസ് കളക്ഷൻ ഓൾമോസ്റ്റ് 22 കോടിയുടെ മുകളിലാണ്. 22.3 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കളക്ഷനാണ് സിനിമ കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ സിനിമ 11 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 48.10 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമേൻ്റെ ഇനി വരാൻ പോകുന്ന കളക്ഷൻ കൂടി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 50 കോടിയാണ് സിനിമ നേടിയെടുക്കാൻ പോകുന്നത്. ആസിഫ് അലീന് മറ്റൊരു സിനിമയാണ് 50 കോടി ക്ലബിലോട്ട് വരാൻ പോകുന്നത്. കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു സിനിമ ഈ വർഷം തന്നെ നല്ലൊരു സ്റ്റാർട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആസിഫ് അലീൻ്റെ രേഖാചിത്രം എന്ന സിനിമയിലൂടെ ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് സിനിമ നിലവിൽ നേരിട്ടിരിക്കുന്നത്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് സിനിമേൻ്റെ കൂടുതൽ കളക്ഷനായിട്ട്. സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇൻബോക്സ് ചെയ്യപ്പെടുത്തുക. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ മാർക്കോ എന്ന സിനിമേൻ്റെയാണ്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച മാർക്കോ സിനിമേൻ്റെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 19-നാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നത്. സിനിമേൻ്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമ 32 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 1 കോടിയുടെ മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 102.5 കോടിയാണ് നിലവിൽ സിനിമ മറികടന്നിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ. ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമയിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇനി സിനിമയുടെ ബിസിനസ് കളക്ഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ട് പുതിയൊരു പോസ്റ്റർ സിനിമ ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. നിലവിൽ ഓൾമോസ്റ്റ് 115 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. സിനിമ ബിസിനസ് കളക്ഷൻ നിലവിലുള്ള പോസ്റ്ററിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ സിനിമേൻ്റെ കന്നഡ റിലീസും ഈ വരുന്ന ജാനുവരി 31-ന് വരികയാണ്. കാത്തിരിക്കുന്ന നമുക്ക് സിനിമേൻ്റെ ഇനി വരാൻ പോകുന്ന ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ എവിടെ വരെ എത്തുമെന്ന്. എന്തായാലും ഒരു OTT റിലീസ് അപ്ഡേറ്റ് എന്തായാലും നമുക്ക് സിനിമയുടെ ടീമിൻ്റെ ഭാഗം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആരായിരിക്കും സിനിമേൻ്റെ OTT അവകാശം മേടിച്ചിട്ടുണ്ടാവുക, കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പ്രവീൺ കൂടി ഷാപ്പ് എന്ന സിനിമേൻ്റെയാണ്. സിനിമ തിയേറ്റർ റിലീസ് വന്നിട്ട് 5 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 4 കോടിയുടെ മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. 4.25 കോടിയാണ് സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ ഓൾമോസ്റ്റ് 9 കോടിയുടെ താഴെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമേൻ്റെയും ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തുമെന്ന് കാത്തിരിക്കുന്നത് ചെയ്യുന്നതാണ്. കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുരക്ഷ ചാനൽ. നിലവിൽ നമ്മുടെ ഡൊമിനിക്കിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയ്ക്ക് കാണാൻ പ്ലാൻ ഉള്ളവർ എന്തായാലും സിനിമ ബുക്ക് ചെയ്യുക. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഡൊമിനിക് എന്ന സിനിമേൻ്റെയും കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് അടുത്ത വരും ദിവസങ്ങളിൽ.